രാമായണത്തിൻ്റെ ഫലശ്രുതി. രാമായണം മുഴുവൻ വായിച്ചു തീരുമ്പോൾ രാമായണത്തിന് ഫലശ്രുതിയുണ്ട്. ഈ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഭാരതീയ പാരമ്പര്യത്തിൽ ഏത് കൃതി അവസാനിക്കുമ്പോഴും അതിന് ഒരു ഭരതവാക്യം, ഒരു ഫലശ്രുതി അങ്ങനെ ഒന്നുണ്ട്. നമ്മൾ ആ കൃതി പറഞ്ഞു തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കൃതിയിൽ നിന്ന് എന്താണ് ലഭിക്കുക എന്നത് പറയും. അതിൽ നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം, മോക്ഷം എല്ലാം കൂടുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി, സന്താന സൗഖ്യം, നിങ്ങൾക്ക് രാജകീയമായ മാനസികാവസ്ഥയൊക്കെ ഉണ്ടാവും എന്നുകൂടി പറയും. ഭൗതിക ജീവിതത്തെ തിരസ്കരിക്കാതെ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഉപാധികളെന്ന നിലയിലാണ് ഇന്ത്യയിലെ പല കൃതികളും എഴുതപ്പെട്ടത്. അതെല്ലാം നമ്മളിപ്പോൾ കൃതികൾ എഴുതുന്നത് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോവൽ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി. അതിനകത്ത് ധാരാളം കാര്യങ്ങൾ അതല്ലാതെ അടങ്ങിയിരിക്കുന്നു. എഴുതുന്നയാളുടെ പ്രധാനപ്പെട്ട സമ്മർദ്ദം എന്താ? എൻ്റെ കൃതി ആദ്യം തുടങ്ങിയാൽ അവസാനം വരെ അത് വായിച്ചു പോകാൻ വേണ്ട ചില സംഭവങ്ങൾ ഞാനതിൽ ചേർക്കണം എന്നാണ്. എൻ്റെ ഭാഷ ആ വിധത്തിലായിരിക്കണം എന്നാണ്. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഭാഷ എനിക്ക് ആരചിക്കാൻ കഴിയണമേ എന്നതാണ് നമ്മളുടെ ഓരോ എഴുത്തുകാരൻ്റെയും ഉള്ളിലുള്ള വലിയ വെല്ലുവിളി. ഭാരതീയരാൽ എഴുതപ്പെട്ട ഈ കൃതികൾ, പ്രത്യേകിച്ചും രാമായണവും മഹാഭാരതവും, എഴുതിയത് രണ്ടും തിദിക്ഷ നേടിയ, ബ്രഹ്മജ്ഞാനം നേടിയ രണ്ട് മഹർഷിമാരായിരുന്നു. അവരെ സംബന്ധിച്ച് ഇത്തരം ആകുലതകളൊന്നും അവരെ ബാധിച്ചിരുന്നില്ല. അവർ മർത്യജീവിത ഗാഥ പറഞ്ഞത് നരജീവിതമായ വേദന എന്ന് ആശാൻ പറഞ്ഞല്ലോ ചിന്താവിഷ്ടയായ സീതയിൽ. ആ നരജീവിതമായ വേദന ആവിഷ്കരിക്കുന്നതിലൂടെ അതിൽ നിന്ന് അതിൻ്റെ മറുപുറത്തെത്തി നിർവികൽപ്പത്തിൽ എത്തിച്ചേരണം മനുഷ്യൻ എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ലക്ഷ്യമൊക്കെ മനുഷ്യർക്കുണ്ടാവുക, രചയിതാക്കൾക്കുണ്ടാവുക എന്നാൽ ഇപ്പോൾ ആലോചിച്ചാൽ എന്തൊരു വിഡ്ഢിത്തമാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരിക്കും. പക്ഷേ അങ്ങനെ വിചാരിക്കാൻ കഴിയുന്നവർ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഇതിഹാസങ്ങൾ തെളിയിക്കുന്നത്. ഈ ഇതിഹാസങ്ങൾ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ വിശിഷ്ടരായ മനുഷ്യരായി തീരണം എന്നാണ്. രാമായണം ശ്രദ്ധാപൂർവം വായിക്കുന്ന ഒരാൾ വിശിഷ്ടനായ മനുഷ്യനായി തീരും. അതാണ് അതിൻ്റെ ശരിയായ ഫലശ്രുതി. രാമായണം ശ്രദ്ധിച്ചു വായിക്കുന്ന സ്ത്രീയും പുരുഷനും, ഇനി ഇതര ലിംഗത്തിലുള്ളവരാണെങ്കിൽ അങ്ങനെയും പറയണമല്ലോ ഇപ്പോൾ, ആരായാലും അവരെ സംബന്ധിച്ച് അവരിലേക്ക് പ്രവേശിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ വലിയ സത്യങ്ങളാണ്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സങ്കീർണതകളിൽ നിന്നും നമുക്ക് ഏതോ ഒരു തരത്തിൽ പുറത്തേക്ക് കടക്കാനൊരു വഴിയുണ്ട് എന്നാണ് നമുക്ക് ഈ ഇതിഹാസങ്ങൾ പറഞ്ഞു തരുന്നത്. അതുവഴി ജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അവസ്ഥ എന്ന് അവർ തീരുമാനിച്ചിരുന്ന, അവർ വിചാരിച്ചിരുന്ന, അവർക്ക് ബോധ്യമുണ്ടായിരുന്ന നിർവികൽപ്പത്തിലേക്ക് കൂടി എത്തണം എന്നവർ വിചാരിച്ചു. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാത്ത, ഒരു കർമ്മത്തിനും പങ്കാളിയല്ലാത്ത, ഗുണവും മണവും യാതൊന്നുമില്ലാത്ത ഒരു അനാദി സത്തയുണ്ട് എന്നും ആ അനാദി സത്തയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെയും പ്രതിപ്രവർത്തനങ്ങളുടെയും ഫലമാണ് ജീവിതമെന്നും അവർ വിശ്വസിച്ചു. അല്ലയോ ദൈവമേ, എനിക്കെന്താണ് ഇങ്ങനെ വരുത്തിയത് എന്ന ചോദ്യം വേദാന്തം പഠിച്ചു കഴിഞ്ഞാൽ അപ്രത്യക്ഷമാവും. നിങ്ങൾ രാമായണവും മഹാഭാരതവും വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം അപ്രത്യക്ഷമാവും. ഒരിടത്തും ഒരു കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്തിരുന്നിട്ട് മനുഷ്യൻ്റെ ഭാഗധേയങ്ങളെ അങ്ങനെ ആരെങ്കിലും ഒരാൾ നിർണയിക്കുന്നില്ല എന്നും നമ്മളുടെ ഭാഗധേയം നമ്മളുടെ പ്രവൃത്തി കൊണ്ട്, നമ്മളുടെ ആദർശം കൊണ്ട്, നമ്മളുടെ നന്മ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ് എന്നും രാമായണവും മഹാഭാരതവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ വിധാതാക്കൾ നിങ്ങളാണ് എന്ന്, നിങ്ങളെ നയിക്കുന്ന ആദർശങ്ങളാണ് നിങ്ങളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കുന്നത് എന്ന്. കുട്ടിക്കൃഷ്ണമാരാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുര്യോധനനെന്നും സുയോധനനെന്നും ഒരാളുടെ തന്നെ പേരാണ് എന്ന്. അയാൾ നല്ല യുദ്ധം ചെയ്തിരുന്ന കാലവും ചീത്ത യുദ്ധം ചെയ്യുന്നൊരു കാലവുമുണ്ട്. എല്ലാ മനുഷ്യരിലും അതുണ്ട് എന്ന് ഈ ഇതിഹാസം നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തന്മയീഭാവം ഉണ്ടാവണം. നമുക്ക് ഈ കഥാപാത്രങ്ങളോട് ചേരാൻ കഴിയണം. രാമനോട് ചേരാൻ കഴിയണം. ശ്രീരാമനോട് ചേരുന്ന അതേ ഗൗരവത്തിൽ രാവണനോട് ചേരാനും കഴിയണം. ആ കഥാപാത്രത്തിലേക്കും നമ്മൾ പ്രവേശിക്കണം. രാവണൻ നമ്മളെ തിന്മ പഠിപ്പിക്കുകയല്ല ആ സമയത്ത് ചെയ്യുക. നമ്മൾ രാവണൻ എന്ന കഥാപാത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിലേക്ക്
അങ്ങനെ ഉണ്ടായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വിമലീകരിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഇതിഹാസങ്ങൾ നമ്മളെ സംബന്ധിച്ച് മഹത്തായിട്ടുള്ള സാഹിത്യകൃതികളും മഹത്തായിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളുമാണ്. ആധ്യാത്മിക ഗ്രന്ഥം എന്നാൽ അത് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മളെ നിരന്തരം വിമലീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ മരണമില്ലാത്ത ഈ പുസ്തകങ്ങളെ കാണാനും പരിചയപ്പെടാനും അതിലൂടെ സഞ്ചരിക്കുവാനും അത് നിങ്ങളോട് പറയുവാനും കഴിഞ്ഞതിൻ്റെ ധന്യത രേഖപ്പെടുത്തുക കൂടി ചെയ്താണ് ഈ കർക്കടകം 32 പ്രഭാതം പൊട്ടിവിടരുന്നത്. നമസ്കാരം.